ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب صدق الله. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിത വിശുദ്ധിയുടെ അനർഘമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച് നോമ്പും പെരുന്നാളും ഒക്കെ കടന്നുപോയി. റമളാനിൻ്റെ മുഴുവൻ നന്മകളും ലഭിക്കണമെന്ന് മോഹിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ല. ഈ റമളാൻ കൊണ്ട് എന്തെല്ലാം നന്മകൾ തൻ്റെ അടിമകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചുവോ അതെല്ലാം എനിക്ക് വേണം എന്ന് വിചാരിച്ചു പോകുന്നവരും പോയവരും ആണ് നമ്മൾ ഓരോരുത്തരും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും നേടിയ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മാസക്കാലത്ത് നോമ്പ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, നമുക്ക് വേണമെങ്കിൽ നന്നാവാൻ കഴിയും എന്നത് തന്നെയാണ്. കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ നമുക്കെത്താൻ സാധിക്കും.
ഈ കഴിയും എന്നത് ഒരു താൽക്കാലികമല്ലല്ലോ. അത് തുടർന്നും കൊണ്ടുപോവാൻ നമുക്ക് കഴിയണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേട്ടങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് ആരോഗ്യപരമായിരുന്നാലും സാമ്പത്തികപരമായിരുന്നാലും അതല്ലെങ്കിൽ നമുക്ക് നാം ജീവിക്കുന്ന മേഖലകളിൽ സ്വാധീനം നേടേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഈ എണ്ണിയതെല്ലാം കുറഞ്ഞു പോകുന്നതിനെ നമ്മൾ ഭയപ്പെടുക കൂടി ചെയ്യും. പണം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ കരുതൽ വേണം ഉള്ള പണം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച്. ആരോഗ്യം നന്നായി ഉണ്ടാക്കുന്നതിനേക്കാളും ശ്രദ്ധയും കരുതലും വേണം ഉള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച്. എല്ലാം അങ്ങനെയാണ്. നഷ്ടം സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈമാനികപരമായ ഒരു മാറ്റം, അവിടെ നഷ്ടം സംഭവിക്കുന്നതിന് നമ്മൾ പേടിക്കണം. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പലതും നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഈ വല്ലപ്പോഴും ഒക്കെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അയാൾ നമ്മളെ മുന്നിന്ന് പോയാൽ പിന്നെ ഒരു സ്നേഹമല്ല. പിന്നെ അടുത്ത കാഴ്ചയിലാണ് ഭയങ്കര സ്നേഹം കാണിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറയും ഇയാളുടെ ഈ സ്നേഹത്തിന് എന്തോ ഒരു 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 കപടത, എന്തോ ഒരു അപാകത ഉണ്ട് എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യൂലേ? എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ കപടനായി വിലയിരുത്താൻ പാടില്ല. അതിന് ചില തീരുമാനങ്ങൾ നോമ്പ് കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ചില തീരുമാനങ്ങൾ എടുക്കണം. എന്താന്ന് ചോദിച്ചാൽ ആദ്യം വേണ്ടത് മാറണം എന്ന തീരുമാനം, അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. കാരണം അള്ളാഹ് പറയണം എന്താ അറിയോ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഈ ഒരു ആയത്ത് നമ്മൾ കേട്ടിരിക്കും. ഇതിൽ രണ്ട് വാക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ഖൗമ് എന്ന വാക്കും വന്നിട്ടുണ്ട്, ഒന്ന് നഫ്സ് എന്ന വാക്കും വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗം. അല്ലാഹു ഒരു ഖൗമിനെയും മാറ്റൂല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അവരിലെ ഓരോ നഫ്സും മാറുന്നത് വരെ. അപ്പൊ നഫ്സ് വ്യക്തികൾ, ഖൗമ് സമൂഹം. വ്യക്തികൾ സ്വയം സംസ്കരണം നടത്തണം. അല്ല എങ്കിലാണ് മാറ്റം സമൂഹത്തിൽ കാണുക. സമൂഹം സ്വന്തം മാറൂലല്ലോ. സമൂഹത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികളുടെ മാറ്റമാണ്. അതിന് കൃത്യമായ പരിശീലനം ആവശ്യമാണ്. നോക്കി, കാട്ടുമൃഗങ്ങളെ പോലും മെരുക്കി പരിശീലിപ്പിച്ച് നമ്മൾ മാറ്റുന്നില്ലേ? നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചില ജീവികളൊക്കെ, ജന്തുക്കളൊക്കെ ഇങ്ങനെ ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൃത്യമായ പരിശീലനമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വൽ ഹിൽമു ബിത്തഹല്ലും വമൻ യതഹറൽ ഖൈർ യുഅതഹു വമൻ യത്തഖി ശർറ യുഅഖഹു. ഇൽമ് കിട്ടുക പഠനത്തിലൂടെയാണ്. പഠിക്കാതെ വിവരം ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞത് വൽ ഹിൽമു ബിത്തഹല്ലും, സഹനം, അതേപോലെ തന്നെ ക്ഷമിക്കാനുള്ള കഴിവ്. ഇതൊക്കെ അങ്ങനെ തന്നെ പരിശീലിച്ച് നേടണം. വമൻ യതഹറൽ ഖൈർ, ആരെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചാൽ യുഅതഹു, അതവന് കിട്ടും. വമൻ യത്തഖി ശർറ, ആരൊരു ശർറിനെ സൂക്ഷിക്കുന്നുവോ യുവക്കഹു, അവൻ അതിനെ ആ സൂക്ഷിക്കാനുള്ള കരുത്ത് അള്ളാഹു തരും. എന്ന് വെച്ചാൽ സ്വയം പരിശീലിച്ച് കിട്ടേണ്ടതാണ് ഇതെല്ലാം. അതുകൊണ്ടാണല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. പലയിടങ്ങളിലൊക്കെ നിങ്ങൾ ആ പ്രാർത്ഥന കേട്ടിരിക്കും. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി വഖതായായ കുല്ലഹ. അല്ലാഹുവേ, എന്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണം. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി, എന്റെ വേറൊരു വാക്കാണ് ഖതായായ കുല്ലഹ, എല്ലാ വീഴ്ചകളും പുറത്തു തരണം. അല്ലാഹുമ്മ അൻഇശ്നി വജ്ബുർനി,
അല്ലാഹുമ്മൻ അശ്നി. ആ പ്രാർത്ഥന നിങ്ങൾ പലയിടത്തുനിന്ന് കേട്ടിരിക്കും. ഇൻ അഷ് എന്ന് പറഞ്ഞാൽ പടച്ചോൻ എന്നെ എപ്പോഴും ഒരു ഉന്മേഷവാനാക്കണം, അലസത ബാധിച്ചവനാക്കരുത്. വജ്ബുർനി, ഈ വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. നമുക്കൊക്കെ ഓരോ ന്യൂനതകളുണ്ട്. അല്ലാഹുവേ, എന്റെ കുറവുകൾ, എന്റെ ന്യൂനതകൾ എനിക്ക് പരിഹരിച്ചു തരണം. പിന്നെയാണ് പറയണത് വഹദിനി ലിസ്വാലിഹിൽ അമാലി വൽ അഖ്ലാഖ്, എല്ലാ നല്ല സ്വഭാവങ്ങൾക്ക്, എല്ലാ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള വഴി നീ എനിക്കൊരുക്കി തരണം. നീയല്ലാതെ അത് ഒരുക്കി തരാൻ മറ്റൊരുത്തനില്ലല്ലോ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ തയ്യാറാവണം, ആ ഏൽപ്പിക്കലും വൃത്തിയുള്ളതാവണം. ഇത് രണ്ടും ശരിയാകണം. അതോടൊപ്പം തന്നെ ഒരു നല്ല അമലുകൾ ചെയ്തു വന്നിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബേജാറ് വേണം. എന്താ ബേജാറെന്നറിയാം? നമ്മളെല്ലാം കുറേ ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ, ഉണ്ട് കേട്ടോ, ഇല്ലാത്തൊരാരുമില്ല. കാരണം റമളാന് പൊതുവേ നന്മകൾ നമ്മൾ അറിയാതെ തന്നെ വരും. ശ്രദ്ധിച്ചു നോക്കണ്ട്, നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു പ്രത്യേക ഉന്മേഷം വരും. എന്നാൽ നമ്മൾ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇതെല്ലാം സ്വീകരിക്കൂലേ എന്ന ഒരു കനപ്പുള്ള ബേജാറ് നമുക്കുണ്ടാവണം. കാരണം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല, അല്ലേ? ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം അവൻ ചെയ്തിട്ടില്ലല്ലോ. ഇത് ചെയ്തു വെച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറ്. എന്താണ് ബേജാറ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനമുണ്ട്, ലാ തഹ്തമ്മു ലിഖില്ലത്തിൽ അമൽ. അമല് കുറഞ്ഞു പോയോ എന്ന ഒരു ബേജാറല്ല വേണ്ടത്, അതിനല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത്. വഹ്തമ്മു ലിൽ ഖബൂൽ, ഇത് കബൂലായി കിട്ടുമോ എന്നതിനെയാണ് പരിഗണന കൊടുക്കേണ്ടത്. അലം തസ്മഉ ഖൗലല്ലാഹി തആല, അല്ലാഹുവിന്റെ മഹത്തായ വചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അള്ളാഹു ഇതൊക്കെ കബൂല് ചെയ്യുള്ളൂ. ആ ബേജാറ് വേണ്ടെന്ന്, അതാണ് നമ്മുടെ ബേജാറ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹു കബൂല് ചെയ്തോ ഇല്ലേ എന്നറിയാൻ, സ്വയം പരിശോധിക്കാൻ ഒരുപാട് വഴികൾ ഉലമാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉലമാക്കൾ പറയുന്നത് ചില മാർഗങ്ങൾ നമ്മൾ മനസ്സിനോട് ചോദിക്കണം. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗത്ത് ഇമാം ഗസ്സാലി റഹിമഹുല്ല ഒരുപാട് ചിന്തകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം ചില നബിവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുന്നതറിയോ? നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു കബൂല് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ആ നന്മകളിലൂടെ നമ്മൾ ചെയ്ത അമലിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന നിലയിൽ നമ്മിൽ ഏതെങ്കിലും നിലക്ക് ഒരു നന്മ വർദ്ധിച്ചിട്ടുണ്ടാവും, ഒരു നന്മ കൂടിയിട്ടുണ്ടാവും ജീവിതത്തിൽ. നമ്മുടെ പെരുമാറ്റത്തിലാവും, നമ്മുടെ വാക്കുകളിലാവും, നമ്മുടെ ഇടപാടുകളിലാവും, നമ്മുടെ ഇടപെടലിലാവും, ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു നന്മ ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണല്ലോ ചില ഉലമാവ് ചോദിക്കുന്നത്, നിങ്ങൾ റബ്ബാനിയാണോ അതോ നിങ്ങൾ റമളാനിയാണോ എന്നാണ്. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മിൻ അലാമാത്തിൽ ഖബൂലി ലിസ്സിയാം വൽ ഖിയാം, നമ്മൾ നടത്തിയിട്ടുള്ള, നമ്മൾ ആചരിച്ച നോമ്പും നമ്മളുടെ രാത്രി നമസ്കാരങ്ങളും എല്ലാം കബൂല് ചെയ്യപ്പെട്ടു, അവിടെ സ്വീകരിച്ചു എന്നതിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് അയ്യകൂന ഹാലുൽ അബ്ദി, ഒരടിമയുടെ അവസ്ഥ ആയിത്തീരും ബഅദ സിയാം, നോമ്പ് കഴിഞ്ഞാൽ അഫ്ളലു മിൻ ഹാലിഹി ഖബ്ല റമളാൻ, റമളാനിന്റെ മുമ്പ് എങ്ങനെയായിരുന്നുവോ അതിനേക്കാളും നല്ല അവസ്ഥയായിരിക്കും റമളാന് ശേഷം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ പരിശോധിച്ച് നോക്കാം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദുആ ചെയ്യണമെന്നറിയാം, സീസൺ ഭക്തിയാവാതിരിക്കാൻ നമ്മൾ തേടണം പഠിച്ചവനോട്. ചിലപ്പം നമുക്കിങ്ങനെ ഭക്തിയായിരിക്കും, റമളാൻ കഴിയുന്നതോടുകൂടി അതും കഴിഞ്ഞു പോണ ഒരു സാഹചര്യം ഒരിക്കലുണ്ട്. ഞാൻ ആ ഭാഗം നന്നായി വിശദീകരിക്കല്ല. അതുകൊണ്ടാണ് ഇബാദത്തിനും ഇസ്തിഖാമത്തിനും ഒരു എക്സ്പിരി ഡേറ്റ് ഇല്ല. അത് നമ്മൾ ഈ ലോകത്തുനിന്ന് നമ്മുടെ റൂഹ് പിരിയുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇസ്തിഖാമത്ത് ഇല്ലാതാവേണ്ടത് എന്നാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ഇസ്തിഖാമത്ത് എന്താ? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പഠിച്ച വാക്കാട്ടോ ഇസ്തിഖാമത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അറാബി വന്നു. നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ്.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, നിങ്ങൾ ഒരേ ഒരു കാര്യം എന്നോട് പറയാൻ പാടുള്ളൂ, ഞാനതനുസരിച്ചോളാം, അതിലൂടെ എനിക്ക് സ്വർഗം കിട്ടുകയും വേണം. കുറെ എന്നോട് പറയരുത്, ഒരൊറ്റ കാര്യം എന്നോട് പറയാം, ഞാനത് സ്വീകരിക്കാം, എനിക്ക് സ്വർഗം കിട്ടുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ റബ്ബി അല്ലാഹ് സുമ്മസ്തഖിം, എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പറയ്, അതിൽ ഉറച്ചു നിൽക്കുകയെന്നാണ്. ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളും ഒക്കെ എന്റെ റബ്ബ് അള്ളാന്ന് തന്നെ പറഞ്ഞോരാ. പക്ഷെ നമുക്ക് വരുന്നൊരു വലിയൊരു അപാകത എന്താണെന്ന് ചോദിച്ചാൽ, ആ ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ നമ്മൾ എവിടേക്കൊക്കെയോ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹിനോട് എപ്പോഴും ചോദിക്കേണ്ട ഒരു വാക്കതാണ്, പടച്ചോനെ നിന്റെ കൽപ്പനകളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് എനിക്ക് തരയണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 വസിയ്യത്തുകളുണ്ട്, ആ 3 നമ്മൾ തുടരണം. ഇത്തഖില്ല ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും ശരി അള്ളാഹുവിനെ സൂക്ഷിക്കണം. മനുഷ്യരാണ്, വീഴ്ചകൾ വരാം, അത് നമുക്ക് ലൈസൻസ് അല്ല കേട്ടോ, വീഴ്ചകൾ സംഭവിക്കാം. പക്ഷെ ഒരു വീഴ്ച വന്നാൽ ഉടനെ ആ വീഴ്ചയെ തുടർന്ന് നന്മ പിന്തുടർത്തി ചെയ്യുക. അങ്ങനെ വന്നാൽ ആ നന്മ തിന്മയെ ഇല്ലാതാക്കി കളയും. എല്ലാ മനുഷ്യരോടും വളരെ നല്ല നിലയിൽ പെരുമാറാനും പഠിക്കുക എന്നാണ്, വളരെ പ്രധാനമാണ്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞാൻ അർത്ഥം പറയാതെ തന്നെ അതിന്റെ ആശയങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. റബ്ബേ, ഞങ്ങൾക്ക് നീ ഒരു തെളിച്ചം തന്നിട്ടുണ്ട്, ആ വെളിച്ചത്തിന് ശേഷം ഞങ്ങളുടെ കാലുകൾ, ഞങ്ങളുടെ മനസ്സുകൾ ഇടറിപ്പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് തരരുത് റബ്ബേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതികൾ ബാക്കി നമുക്ക് പിന്നീട് നമ്മുടെ സമയത്തിനനുസരിച്ച് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ സഹോദരങ്ങൾ, നമ്മൾ നേടിയെടുത്ത നന്മകൾ നിലനിർത്താൻ കഴിയണോ, നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ടിനെ നമ്മൾ നന്നാക്കണം. ഇതുവരെ ചെയ്തത് എനിക്ക് തുടർത്തി പോവാൻ കഴിയുന്നില്ല, പഴയതിലേക്ക് തന്നെ പോകുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് വരുന്നു എന്ന് പലരും പരിതപിക്കാറുണ്ട്. സാഹചര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നാട്ടിൽ നടക്കുന്ന പല തിന്മകൾ, വൃത്തികേടുകൾ, കൊലപാതകങ്ങൾ, മയക്കുമരുന്നുകൾ, ഏതെല്ലാം വഴികളുണ്ടോ ആ വൃത്തികേടുകളുടെ എല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതിലെ പ്രധാന പങ്കെന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഞാനും നിങ്ങളും കൃത്യമായി പഠിക്കണം. അത്തരത്തിലുള്ള സദസ്സുകൾ നമ്മൾ ബഹിഷ്കരിക്കണം. വാക്കുകൾ അങ്ങനെ തന്നെ എഴുതി വെക്കണം. അത്തരം സാഹചര്യങ്ങളും അത്തരം സദസ്സുകളും നമ്മൾ അവിടെ ചെന്നിരിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബൂ താലിബിന്റെ ചരിത്രം നമുക്കെന്തിനാ ഖുർആൻ പറഞ്ഞു തരുന്നത്? അബൂ താലിബ് നല്ല മനുഷ്യനായിരുന്നല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ സഹായം ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ കഥ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, സൂറത്ത് ഖസസിലെ 56-ാമത്തെ വചനം. ആ വചനം പറയുന്നതിന്റെ നേരെ മുകളിൽ 55-ാമത്തെ ആയത്ത് പറയുന്നത് എന്തറിയാമോ? വൈദാ സമിഉൽ ലഅവ അഅ്രിളു അൻഹു വഖാലു ലനാ അമാലുനാ വലക്കും അമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഅൽ ജാഹിലീൻ. അല്ലാഹുവിന്റെ കലിമത്തുകൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ ആ സാഹചര്യം വിട്ടൊഴിയണം. നേരെ ശ്രദ്ധിക്കണം കേട്ടോ, നേരെ ഒഴിയണം. എന്നിട്ട് പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ പണി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി. സലാമുൻ അലൈക്, അവിടെയാണ് സലാം പറയേണ്ടത്. ഈ ജഹാലത്തുമായി ഒത്തുപോവാൻ നമുക്ക് കഴിയില്ല എന്ന് പറയണം. കാരണം എന്താ പറയുക, നമ്മളൊക്കെ മനുഷ്യരാ. നിങ്ങൾ വിശുദ്ധ ഖുർആനില് ഈ വ്യഭിചാരം അതുപോലുള്ള ചില സംഗതികളെല്ലാം, വൃത്തികേടുകൾ പറയുന്നിടത്ത് ഖുർആൻ സ്വീകരിച്ച സമീപനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞത് വലാ തഖ്റബൂ എന്ന വാക്കാണ്. ലാ തഖ്റബൂ, എന്താ ലാ തഖ്റബൂ എന്ന് പറഞ്ഞാ? വലാ തഖ്റബു സിന വലാ തഖ്റബുൽ ഫവാഹിഷ് മാ ലഹറ മിൻഹാ വമാ ബത്തൻ വലാ തഖ്റബു മാലൽ യതീം.
ഇങ്ങനെ കുറെ സംഗതികൾ പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ എടുക്കണം കേട്ടോ. വൃത്തികേടുകളുമായി നിങ്ങൾ സമീപിക്കരുത്, അതിന്റെ അടുത്തേക്ക് പോകരുത് എന്നാ. അടുത്ത് പോയാൽ എന്താണെന്നറിയോ, നമ്മൾ അതിൽ വീഴും. പണ്ടുള്ള വല്യന്മാര്, വയസ്സായ ആളുകൾ പറയാറുണ്ട്, ഈ മുറ്റത്ത് ആൾമറ കെട്ടാത്ത കിണറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ മക്കൾ കളിക്കുകയാണെങ്കിൽ, മക്കളെ കിണറ്റിന്റെ വക്കത്തേക്ക് പോവരുത് എന്നാ പറയാ. കിണറ്റ് ചാടരുത് എന്ന് പറയില്ല. കിണറ്റിന്റെ വക്കത്ത് പോയാൽ എന്താ, വീഴാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ മനുഷ്യരാണ്. ആ വൃത്തികേടുകളുടെ സാഹചര്യത്തിൽ ചെന്നിരുന്നാൽ ആ വൃത്തികേടുകൾ ഇങ്ങോട്ട് പടരും. നമ്മുടെ നന്മയെല്ലാം അങ്ങോട്ട് പോവുക. കാരണം തിന്മക്ക് നന്മകളെക്കാളും ഒരു വലിയ ശക്തി കൂടുതലാ. ആ പൈശാചികത വരും. അതുകൊണ്ട് നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ പോകരുത്, അത്തരം സദസ്സുകൾ ചെന്നിരിക്കരുത്. ഖുർആൻ സൂറത്ത് അൻആമിലെ 68-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വൈദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈറു. അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ മറപ്പിച്ചു കളയുന്ന, അവന്റെ ദിക്റല്ലാത്ത ഏതെങ്കിലും ഒരു സദസ്സിൽ നിങ്ങൾ ചെന്നുപെട്ടാൽ, അത്തരം വർത്തമാനങ്ങളുള്ള സദസ്സിൽ നിങ്ങൾക്കത് നമ്മുടെ ആശയവുമായി ആദർശവുമായി യോജിക്കാത്ത സദസ്സാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് അവിടെ ഇരിക്കരുത്. കൽപ്പനയാണ്, അവിടെ ഇരിക്കരുത്, എഴുന്നേറ്റ് പോകണമെന്നാ. കാരണം എന്താ അറിയാം, അവിടെ ഇരുന്നാൽ അപകടം ഉണ്ടാവും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. ഈ മദ്യം വിളമ്പുന്ന പാത്രങ്ങളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്. എന്തിനാ അങ്ങനെ പറയണേ? നമ്മുടെയൊക്കെ എനിക്കറിയാം, ഈ തലമുതിർന്ന ചില കാരണവന്മാരുണ്ട്, നല്ല പക്ക ദീനികളായത്. അവർ ഈ മദ്യം കഴിക്കുന്ന ആളുകളുടെ വീട്ടിൽ നിന്നോ ഒന്നും കഴിക്കേ, അവിടെ കയറിയിരിക്കുക ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ മുറ്റത്തിരിക്കുക, അങ്ങനെ പോവുക. അതൊരു സൂക്ഷ്മതയുടെ ഭാഗമല്ലേ? ഇപ്പൊ നമ്മളൊക്കെ നല്ല വാട്ടർ ബോട്ടിൽ കിട്ടും, ഈ വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. നമ്മളെത്ര 50 അല്ല 100 റുപ്യ കൊടുത്ത് വാങ്ങിയാലും അതിന് ലീക്ക് ഉണ്ടാവും. പക്ഷെ ഈ ചിലത് ചോരൂല. അതെന്താ, അത്ര നല്ല സാധനം, പക്ഷെ ആ സാധനത്തിൽ നിങ്ങൾ കുടിക്കണ്ട. കാരണം അതിൽ മാറ്റുന്നൊരു സാധനം മാറുന്നുള്ളൂന്നുണ്ടെങ്കിൽ പോലും അടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാ. അങ്ങനെ നിങ്ങൾ ഓരോന്നും ആലോചിച്ച് നോക്കുക. ദിക്റും അതിന്റെ സാഹചര്യങ്ങളൊക്കെ പ്രധാനമാണ്. അതുകൊണ്ട് വൃത്തികേടുകളുടെ സാഹചര്യങ്ങളിൽ ഞാൻ ചെന്നിരിക്കൂല എന്ന് തീരുമാനിച്ചു നോക്കൂ, നമുക്ക് നമ്മുടെ നന്മകളെ തുടർത്തിക്കൊണ്ടുപോകാൻ കഴിയും. ഒരുപാട് സംഗതികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ നമുക്ക് കഴിയും. ഞാനത് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പ്രിയരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സംഭവം പറഞ്ഞു തരുന്നുണ്ട്. മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നുള്ള സംസാരമാണ്. അവരൊരു ദിക്റിന്റെ മജ്ലിസിലിരുന്നു. എന്നിട്ട് ഈ വിവരം അള്ളാഹുവോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്റെ അടിയാറുകൾ അവരെന്തെല്ലാമാണ് ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നത്, നിന്റെ സ്വർഗം അവർക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. വീണ്ടും പടച്ചു, പിന്നെന്ത് ചോദിച്ചു? അവർ നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നുണ്ട്. അവർ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താണ് അവർ ചോദിക്കുന്നത്? അവർ പാപമോചനത്തിന് വേണ്ടി തൊടുന്നു. അത് എന്നിട്ട് പറച്ചോണ്ട് ഒറ്റ വാക്കിൽ എന്താ പറയുന്നറിയോ? അവരെന്തെല്ലാമാണോ ആവശ്യപ്പെട്ടത് അതെല്ലാം അവർക്ക് കൊടുക്കുക. എന്നിട്ട് മലക്കുകൾ അത് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു ആള് ഇതിലൊന്നും പെടാത്തൊരാളാ, അയാൾ ഈ ആവശ്യത്തിന് വേണ്ടി വന്നതുമല്ല, പക്ഷേ അയാൾ അതിൻ്റെ ഒരു മൂലയിലിരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ സംബന്ധിച്ച് എന്താണ് വിധിയെന്നാണ്. കൂട്ടത്തിലൊരാൾ ഇതിനൊന്നും വന്നതല്ല, ഓരത്തിരിക്കുന്നുണ്ട്, അയാൾക്ക് നമ്മൾ എന്ത് കൂലി കൊടുക്കണം എന്നാണ്. അപ്പൊ എന്താ പറഞ്ഞതറിയോ? ഹുമുൽ ഖൗം ലാ യസ്ഖാ ലഹും ജലീസ്. അതൊരു വിഭാഗമാണ്. ആ വിഭാഗത്തിൽ ആരൊക്കെ ഇരുന്നിട്ടുണ്ടോ അവർക്കൊന്നും നിരാശ വരാൻ പാടില്ല. അതിന്റെ ഓരത്ത് വന്നിരുന്നവനും ഈ കൂലി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ഒന്നിച്ചു കൂടിയിരിക്കുക നന്മയുടെ കാര്യത്തിൽ. നല്ലതിരുന്നാൽ അത് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ട ഒരു കാര്യം, ആസ്വാദനങ്ങളിൽ വലുതാണല്ലോ ലൈംഗികത, അതിൻ്റെ അടുത്തുക്ക് പോലും പോവരുത് എന്നാണ്. അതിനുള്ള സാഹചര്യങ്ങൾ എമ്പോഴും നമ്മുടെ മുമ്പിലാണ്. റമളാനിലൊരു സൂക്ഷ്മത പുലർത്തിയാൽ ആ സൂക്ഷ്മത നിലനിർത്താൻ അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടേ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. മാത്രമല്ല,
നമ്മൾ എത്തിപ്പെട്ട സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. എല്ലാ നിലയിലും അള്ളാഹുവിന്റെ കാവല് കിട്ടും, ആശ്വാസം കൈവരും, മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടും. ചെയ്ത് ശീലിച്ചത് പതിവാക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് അത്താഴത്തിന് എഴുന്നേറ്റ് സഹറിന്റെ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശീലമില്ലാത്തൊരു സംഗതിയാണ് അല്ലേ? ആ സമയത്താണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങൂല, അങ്ങനത്തെ ഒരു സമയമാണത്. എന്നിട്ട് പോലും ആ നേരത്തു കൂടി നമ്മൾക്ക് എണിച്ച് ശീലമില്ലാത്ത പലരും എഴുന്നേറ്റ് ശീലിച്ചു. ഒരു ശീലമാണല്ലോ. ഇനി എന്തേ വേണ്ടുള്ളൂ? നിങ്ങൾ അതേ സമയത്തൊന്ന് എഴുന്നേൽക്കുക. എന്നിട്ട് നമുക്ക് കഴിയുന്നത് 3 റക്അത്താണോ, ഒരു 5 റക്അത്താണോ നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് പതിവായി ചെയ്യുക. എന്തിന്? ആ സമയത്തുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് അള്ളാഹു കബൂൽ ചെയ്യുമെന്ന് പറയണ എന്താ? 7-ാം ആകാശത്ത് നിന്ന് അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങുന്നു വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റത് എന്തിനു വേണ്ടിയാ? ഇപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, എൻ്റെ റബ്ബും ഞാനും തമ്മിലുള്ള ഒരു സംസാരത്തിന് വേണ്ടിയാ. അങ്ങനെ ഒരു സംസാരം നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ കൃത്യമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു അരമണിക്കൂർ, 24 മണിക്കൂർ, ഞാൻ പറയുന്നത് അരന്റെ മുകളിലായിക്കോട്ടെ, എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളും നമ്മുടെ റബ്ബും തമ്മിൽ സ്വകാര്യമായ ഒരു ഭാഷണത്തിന്. ഇപ്പൊ ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലെന്താ? എനിക്ക് വേറെ യാത്രക്ക് പോകണം, ഇന്റെ ജോലിക്ക് പോകണം. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ മനസ്സ് വേറെ അല്ലേ? പക്ഷെ നമ്മൾ ഇപ്പോൾ എഴുന്നേൽക്കുന്നത് അതിനല്ലല്ലോ, ഈ ഒരൊറ്റ കാര്യത്തിന്. അങ്ങനെ ഒരു ആത്മബന്ധം നമ്മുടെ റബ്ബും നമ്മളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, നോമ്പ് വേഗത്തിലാണ് കഴിഞ്ഞത്. ഞാൻ അതിന്റെ മുഴുവൻ ഹദീസുകളിലേക്കും വർത്തമാനങ്ങളിലേക്കും അല്ല പോകുന്നത്. ഇനിതാ സിത്തും മിൻ ശവ്വാൽ. പല ആളുകളും നോമ്പെടുത്തിട്ടുണ്ടാവും, ചില ആളുകള് നോമ്പെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവൂല, യാത്രയിലായിരിക്കും. ഈ ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് എന്നാണത്. തുടർച്ചയായി എടുക്കണം എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അത് തുടർച്ചയായി അങ്ങ് എടുത്താലാണ് അത് പെട്ടെന്ന് വീടിപ്പോവുക. മറവി സംഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ആ തുടർച്ച പറയുന്നത്. തുടർച്ചയ്ക്ക് കഴിയാത്തവരുണ്ടെങ്കിൽ അത് കണക്ക് വെച്ച് ശവ്വാലിൽ തന്നെ അത് തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര പെട്ടെന്നാ എല്ലാം കഴിഞ്ഞു പോകുന്നത് അല്ലേ? ഒരു നെടുവീർപ്പിടുന്ന ഒരു സമയം വരാനുണ്ട്. അതേതാ? ചെറിയ മരണം കഴിഞ്ഞു വന്നിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ചെറിയ മരണം, ഒരു ഉറക്ക്, അതൊരു മരണാണല്ലോ. അങ്ങനത്തെ ഒരു വലിയൊരു മരണം വരാനുണ്ട്. അതിൻ്റെ മുമ്പ് നമ്മുടെ എല്ലാം ഒന്ന് തീർത്ത് ഒന്ന് റെഡിയാകണം. അതിന് ഉയർന്ന മനക്കരുത്ത് നമുക്ക് ആവശ്യമാണ്. ആ മനക്കരുത്തിന് വേണ്ടി അള്ളാഹുവോട് തേടണം. നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ഇടപെടലുകളും ഇടപാടുകളും ശ്രദ്ധിക്കണം. നബിയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാം, അങ്ങാടികളിലേക്ക് ആദ്യം പോകുന്നവരും അങ്ങാടികളിൽ നിന്ന് അവസാനം വരുന്നവരും നിങ്ങളാവരുത്. എന്ന് വെച്ചാൽ അങ്ങാടിക്ക് പോകേണ്ട ആവശ്യമുള്ള ചങ്ങായിമാരുണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ, ഒരാവശ്യമല്ലാതെ അവിടെ ഇങ്ങനെ പോയിട്ട് വെറുതെ അനാവശ്യപരമായ ഇടപെടലുകളും ഇടപാടുകൾക്കും നമ്മൾ പുറത്തു പോകരുത്. വൈകുന്നേരമായാൽ നമ്മൾ വീടണയുന്നവരാകണം, നമ്മുടെ വീട് ശ്രദ്ധിക്കുന്നവരാകണം. അങ്ങനെ കുടുംബവുമായുള്ള ബന്ധങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈമാനിനെ നശിപ്പിക്കുന്ന ഒരു മേഖലകളിലും നമ്മൾ ചെന്ന് പെടരുത് എന്ന കരുതലുണ്ടാവണം. പ്രാർത്ഥനയോടുകൂടി നീങ്ങുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അതിന് തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയുടെയും നിലനിൽപ്പിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളെ കുറച്ചുകൂടി ഏറി വരുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരുപക്ഷെ അത് നിയമമായി പുറത്തു വരും. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട 2 സഭകളും കടന്ന്
ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിലേക്ക് ആ ബില്ലെത്തിക്കഴിഞ്ഞു. വഖഫ് എന്നതൊരു ഇസ്ലാമിക സംരംഭമാണ്. ഈ വിഷയം നമ്മൾ കഴിഞ്ഞ ഏതാനൊക്കെ ചില ഖുത്ബകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. സാമൂഹിക സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നടപ്പിലാക്കുന്ന അനേകം പദ്ധതികളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു പദ്ധതിയാണ് വഖഫ് എന്ന് പറയുന്നത്. അതിനെ വിശദീകരണം കൊടുത്തിട തന്നെ നമുക്ക് കാണാം, അതൊരു സ്വദഖത്തുൻ ജാരിയയാണ്. ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കല്ല. ഇതുവഴി ഒരു സാമൂഹിക ക്ഷേമങ്ങൾ, ഒരു സോഷ്യൽ സെക്യൂരിറ്റി നടപ്പിലാക്കുന്നതോടൊപ്പം മുഅ്മിനുകളായ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്കുള്ള ഒരു നീക്കിവെപ്പ് കൂടിയാണിത്. ഇന്ത്യയിലെ ഒരുപാട് വഖഫ് സ്വത്തുക്കളുണ്ട്. ആ വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥാപനങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, ഒരുപാടുണ്ട്. സർക്കാർ വക സ്ഥലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കാണ് വഖഫ് ഭൂമിയാണ് കൂടുതലുള്ളത്. അത് പക്ക കളവാണ്. അത് സഹോദരങ്ങൾ അത് പഠിക്കണം. അതിനേക്കാളും ഭൂമി കൈവച്ചിട്ടുള്ള ആളുകളും വിഭാഗങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. പക്ഷേ അത് പറയാനല്ല ഉദ്ദേശം. 1913-ലും 1930-ലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ 54-ലും 59-ലും 64-ലും ഒക്കെ ഈ വഖഫ് നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇത് കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു ഇന്നോളം. കാരണം അതൊരു മത പ്രശ്നം എന്ന നിലയിലാണ്. ഇതുപോലെ മറ്റുള്ള മതവിഭാഗങ്ങൾക്കും അവർ മാത്രം കൈകാര്യം ചെയ്യുന്ന ബോർഡുകളുണ്ട്, സംഘടനകളുണ്ട്. ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങൾ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ആശങ്കാജനകമാണ്. എന്ത് അങ്ങനെ പറയാൻ കാരണം, ഇതിൻ്റെ വഖഫ് ബോർഡുകളുടെ CEO ആയി നിയമിക്കപ്പെട്ടിരുന്നത് ഇതുവരെയും മുസ്ലിമീങ്ങളായിരുന്നു. ഇനി അത് ആവശ്യമില്ല. കാരണം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നത് മുസ്ലിമീങ്ങളുടെ ധനം കൈകാര്യം ചെയ്യാൻ ഇനി ഒരു മുസ്ലിം ആവശ്യമില്ല എന്ന ചില ചിന്തകൾ വരുന്നു. ഇത് സതുദ്ദേശ്യപരമാണ് എന്നങ്ങോട്ട് മനസ്സിലാക്കണം എന്ന് പറയും. അതുകൊണ്ട് പലപ്പോഴും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാറില്ല. മുസ്ലിമീങ്ങളല്ലാത്ത മെമ്പർമാർ മുസ്ലിം ബോർഡുകൾ നിർബന്ധമായും വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ അപ്പുറം 5 കൊല്ലം മുസ്ലിമായ ഭക്തിയോടുകൂടെ ഭക്തനായ ഒരു മുസ്ലിമിന് മാത്രമാണ് ഇനി വഖഫ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്. എന്നുവെച്ചാല് ഞാൻ ഭക്തനായ മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് ആര് എന്നത് അതും പ്രശ്നങ്ങൾ വരും. മാത്രമല്ല ഒരുപാട് ദുരുപയോഗത്തിന് സാധ്യതയുള്ള നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാക്കാലോ ഉപയോഗം വഴിയോ ഒരു സ്വത്ത് ഇനി വഖഫ് ആകൂല. ഇന്ത്യയിലെ പല സ്വത്തുക്കളും വാക്കാൽ വഖഫ് ചെയ്തതായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വല്യപ്പാര് പണ്ട് കാലത്ത് വഖഫ് ചെയ്തിട്ടുണ്ടാകുക, ഇത് പള്ളിക്ക് കാണട്ട മോനെ, ഇത് ഇന്നോടത്ത് കാണേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അത് രേഖപ്പെടുത്തി ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, ഏതെങ്കിലും വഖഫ് സ്വത്തുക്കൾ ഇനി സർക്കാർ മുതലാണ്, ഇന്ന മുതലാണ് എന്ന് പരാതി ലഭിച്ചാൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു ഓഫീസർ എന്ത് ചെയ്യും, അതിനെ സംബന്ധിച്ച് തീരുമാനം പറയും. അതുവരെ പരാതി വന്നത് മുതൽ എന്താവൂല, വഖഫ് ആവൂല. ഇതുകൊണ്ടാണ് പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ഈ മറ്റുള്ള സഭകളിലെല്ലാം ഇത്തരം പ്രതിഷേധങ്ങൾ വരാനുള്ള കാരണം. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫിൽ നിന്ന് ഉപകാരമല്ലാത്തതൊന്നുമില്ലെന്നും ഇവ കൊണ്ട് ലോകത്താർക്കും ഒരു ദോഷവും ഇല്ലെന്നും അവ നശിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ശരിയല്ലെന്നുമാണ് ഓരോ മുസ്ലിമും അത് ബന്ധപ്പെട്ട ആളുകളും അതുമായിട്ട് ആവർത്തിച്ചു പറയാനുള്ള കാരണം. മുസ്ലിമീങ്ങളായ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരൊറ്റ വാക്കുകൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ ഒരു നിലക്കും പരീക്ഷിക്കുകയില്ല എന്നൊരു ഉറപ്പും നമുക്ക് തന്നിട്ടില്ല. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂല എന്നും പറഞ്ഞിട്ടില്ല. അത് ആരിൽ നിന്നൊക്കെ ഏതളവിൽ അത് പടച്ചോന്റെ തീരുമാനമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്,
അന്തിമ വിജയം മുസ്ലിമീങ്ങൾക്കാണ്, അന്തിമ വിജയം മുഅ്മിനുകൾക്കാണ്. അല്ലാഹ് എന്താ പറയണെന്നറിയാമോ? ഇന്ന, ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിലും നാളെ ആഖിറത്ത് എന്നൊരു വാക്കോടെ പറയുന്നുണ്ട്, അവിടെയും എന്റെ അമ്പിയാക്കന്മാരെ, മുഅ്മിനുകളെ ഞാൻ സഹായിച്ചിരിക്കും. വയം ഖുറൂൻ, അവർ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു, അവർ മക്കർ പ്രയോഗിക്കുന്നു. വയം ഖുറുല്ല, അല്ലാഹും തന്ത്രം പ്രയോഗിക്കും. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അല്ലേ, നബിനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞവരുടെ കണ്ണിന്റെ മുമ്പിലൂടെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഇറക്കിക്കൊണ്ടുപോയത്. അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ സൗർ എന്ന ചെറിയ മാളത്തിന്റെ മുകളിൽ നിർത്തിയ ശത്രുക്കളിൽ നിന്നാണ് എന്ത് ചെയ്തത്? ആ റസൂലിനെ അള്ളാഹു രക്ഷിച്ചത്. തീ എന്ന അഗ്നികുണ്ഡത്തിൽ നിന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ഈ കഥയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന എന്തറിയാമോ? ദുരിതങ്ങൾക്ക് മേൽ ദുരിതം ലോകത്ത് അനുഭവിച്ചവരുണ്ട് എന്നത് കേട്ട് കേൾവിക്ക് തന്നതല്ല, അത് ഉണ്ടാവുമെന്നറിയാനാണ്. അപ്പോ നമ്മുടെ ബാധ്യതകൾ എന്താന്ന് ചോദിച്ചാൽ, മനോധൈര്യം നഷ്ടപ്പെടരുത്, നിരാശ വരരുത്, ഒരു വിധത്തിൽ അസ്വസ്ഥതയും വരരുത്. നമ്മൾ നിയമപരമായി അത് വേണ്ടവർ ചെയ്തുകൊള്ളും. നമുക്കിടയ്ക്ക് ഓരോ ബാധ്യതകൾ എന്താന്ന് ചോദിച്ചാൽ, മനസ്സറിഞ്ഞ് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് മേൽ ഞങ്ങളുടെ ആധിപത്യങ്ങളുടെ അധികാരം നൽകരുത്, പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റബ്ബനാ ലാ തജ്അൽനാ, സൂറത്ത് മുംതഹിനയിലെ 5-ാമത്തെ വചനം അതാ, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു, കാഫിറുകളുടെ പരീക്ഷണ വസ്തുവാക്കി റബ്ബേ ഞങ്ങളെ മാറ്റരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബ് ഞങ്ങൾക്ക് പൊറുത്തു തരണം. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീയാണ് അജയ്യൻ, നീയാണ് യുക്തിജ്ഞൻ. ആ വാക്ക് മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാവരുടെ മനസ്സുകളിലും പ്രാർത്ഥനകൾ ഉണ്ടാകണം. പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഏത് തന്ത്രങ്ങളും അള്ളാഹു പരാജയപ്പെടുത്തും, സംശയമല്ല. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. അവനിൽ വിശ്വസിച്ച് അവനിലെല്ലാം സമർപ്പിച്ച് അവന്റെ അടിയാറുകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പലരുടെയും കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉമ്മത്തിനെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ലോകത്ത് നടക്കുന്ന ഒരുപാട് അസ്വസ്ഥതകൾ, ആ അസ്വസ്ഥതകളിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മനസ്സിൽ ഈമാൻ നിറച്ച് ഖുർആൻ കാണിച്ചു തന്ന വഴിയിലൂടെ സന്തോഷമുള്ള മനസ്സുമായി, മനക്കരുത്തുള്ള ജീവിതവുമായി മുന്നോട്ട് പോവാൻ പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم دمر أعداء الإسلام والمسلمين يا الله. اللهم دمر أعداء الإسلام والمسلمين يا الله. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة كلها وعذاب القبر وعذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم